വിദ്യാഭ്യാസത്തിൽ പോലും കോലിട്ടിളക്കിയാണ് കേന്ദ്ര സർക്കാർ മുന്നോട്ട് പോകുന്നത്. UPA സർക്കാർ നിർത്തിയ ഇടത്ത് നിന്ന് ഒരു ഇഞ്ച് പോലും മുന്നോട്ട് പോകുവാൻ രണ്ട് മോദി സർക്കാരുകൾക്കും സാധിച്ചിട്ടില്ല എന്നതാണ് യാഥാർത്ഥ്യം. പ്രതിപക്ഷം ഭരിക്കുന്ന 3 സംസ്ഥാനങ്ങളിലെ 3 സ്കൂൾ വിദ്യാഭ്യാസത്തിനായുള്ള പദ്ധതികളുടെ ധനസഹായം നിർത്തിവെച്ചുകൊണ്ടാണ് കേന്ദ്ര സർക്കാർ കലിപ്പ് തീർക്കുന്നത്. കേന്ദ്ര സർക്കാരിൻ്റെ PM ശ്രീ പദ്ധതി നടപ്പിലാക്കാൻ വിസമ്മതിച്ചതോടെയാണ് സർക്കാർ ധനസഹായം നിർത്തിയത്. ഡൽഹിക്ക് 330 കോടി രൂപയും പഞ്ചാബിന് 515 കോടിയും പശ്ചിമ ബംഗാളിന് 1000 കോടി രൂപയും ലഭിക്കാനുണ്ട്. 2023-24 3ഉം 4ഉം പാദങ്ങളിലെയും 24-25 ആദ്യ പാദത്തിലെയും സമഗ്ര ശിക്ഷാ ഫണ്ടാണ് തടഞ്ഞുവെച്ചിരിക്കുന്നത്. സ്കൂളുകളിലെ അടിസ്ഥാന സൗകര്യ വികസനത്തിനായി കേന്ദ്ര സർക്കാർ അവതരിപ്പിച്ച പദ്ധതിയാണ് പ്രധാനമന്ത്രി സ്കൂൾ ഫോർ റൈസിംഗ് ഇന്ത്യ. നിലവിലുള്ള പ്രാഥമിക ദ്വിതീയ നിലവാരം മെച്ചപ്പെടുത്തുന്നതിനാലാണ് ഈ പദ്ധതി ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. PM ശ്രീ പ്രകാരം ഇന്ത്യയിലുടനീളമുള്ള സ്കൂളുകൾ നവീകരിക്കാൻ ലക്ഷ്യമിട്ടാണ് പദ്ധതി നടപ്പിലാക്കിയതെന്ന് കഴിഞ്ഞ അധ്യാപക ദിനത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രഖ്യാപിച്ചിരുന്നു. ഇതുകൂടാതെ ഇന്ത്യയിലെമ്പാടുമുള്ള കേന്ദ്ര സംസ്ഥാന പ്രാദേശിക സർക്കാരുകൾ നടത്തുന്ന സീനിയർ സെക്കൻഡറി സ്കൂളുകളും ഉൾപ്പെടുത്താൻ പദ്ധതിയിട്ടിരുന്നു. 14,500 സർക്കാർ സ്കൂളുകളെ മാതൃകാ സ്ഥാപനങ്ങളാക്കി ഉയർത്തുമെന്നാണ് PM ശ്രീ പദ്ധതിയിൽ കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ചിരിക്കുന്നത്. 27,000 കോടി രൂപയാണ് ഇതിനായി വകയിരുത്തിയിരിക്കുന്നത്. നിലവിൽ PM ശ്രീ ഡാഷ്ബോർഡ് ഓൺലൈനിൽ നിലവിൽ 10,077 സ്കൂളുകൾ പട്ടികയിൽപ്പെടുത്തിയിട്ടുണ്ട്. അതിൽ 839 കേന്ദ്രീയ വിദ്യാലയങ്ങളും 599 നവോദയ വിദ്യാലയങ്ങളും കേന്ദ്രം നടത്തുന്നവയാണ്. UPയിലാണ് ഏറ്റവും കൂടുതൽ PM ശ്രീ സ്കൂളുകൾ ഉള്ളത്. തൊട്ടുപിന്നാലെ മഹാരാഷ്ട്ര, ആന്ധ്രാപ്രദേശ് എന്നിവിടങ്ങളിലാണ് സ്കൂളുകൾ ഉള്ളത്. BJP ഇതര സംസ്ഥാനങ്ങളായ പഞ്ചാബ്, ഡൽഹി, പശ്ചിമ ബംഗാൾ, ബീഹാർ എന്നിവിടങ്ങളിലും കഴിഞ്ഞ മാസം BJP സർക്കാർ അധികാരത്തിൽ വന്ന ഒഡീഷയിലും ആ സംസ്ഥാനമോ പ്രാദേശിക സർക്കാരോ നടത്തുന്ന സ്കൂളുകളൊന്നും പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല എന്നതാണ് സത്യം. ചലഞ്ച് മോഡ് വഴിയാണ് PM ശ്രീ സ്കൂളുകൾ തിരഞ്ഞെടുക്കുന്നത്. ചില മിനിമം മാനദണ്ഡങ്ങൾ പാലിക്കുന്ന സ്കൂളുകൾക്ക് ഓൺലൈനായി അപേക്ഷിക്കാമെന്നും പറയുന്നുണ്ട്. എന്നാൽ ഇങ്ങനെ അപേക്ഷിക്കുന്ന സ്കൂളുകൾ BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലാണെങ്കിൽ അതിന് 100 മാർക്കാണ് നൽകുന്നത്. അതേസമയം അർഹരായ സ്കൂളുകൾ BJP ഇതര സർക്കാർ ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലാണെങ്കിൽ പിന്നെ അപേക്ഷിച്ചിട്ട് കാര്യമില്ല എന്നും ചൂണ്ടിക്കാണിക്കപ്പെടുന്നു.